ഇപ്പോ എങ്ങനെയുണ്ട് മിസ്റ്റർ പുഞ്ചിരി പുഷ്പരാജ്? എന്റെ പൊന്ന് ഡോക്ടറെ, ദൈവത്തെ കണ്ടു എന്നല്ല കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ സത്യമായിട്ട് ഞാൻ കണ്ടു. ഞാനതിന് ദൈവമൊന്നും അല്ലടോ. ഡോക്ടർ ദൈവമാണോ ചൈത്താനാണോന്ന് ബില്ലുവരും പറയും. ഞാൻ പറഞ്ഞ അതല്ല, അടി കൊണ്ടപ്പോ ദൈവത്തെ കണ്ടു എന്നുള്ളതാ. ഓ, ഭീകരവാദികളുടെ ആക്രമണമായിരുന്നില്ലേ? ഒരു 3000 രൂപ ഉടനെ കൗണ്ടറിൽ അടയ്ക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ചെയ്താൻ വന്നിരിക്കുന്നു. ഓ എന്റെ ഭഗവതി, ഇതിലും നല്ല അവിടെ കിടന്ന് അടികൊണ്ട് ചാകലായിരുന്നു. പെട്ടെന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ ആ സുന്ദരനെ സ്കാൻ ചെയ്യാൻ പറ്റില്ല. വേണ്ട വേണ്ട വേണ്ട, ഇവന് സ്കാനിംഗ് ഒന്നും വേണ്ട. സ്കാൻ ചെയ്യാൻ ഇവനാരാ VIP യാ? ഈ കിടപ്പേണ്ട തന്നെ അറിഞ്ഞൂടെ ഞാനിപ്പോ ഒരു VIP ആണെന്ന്. കൊച്ചൂട്ടാ, എന്തോന്ന് വിളിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടാ വിളിയാക്കാത്തത്. ആ നീ വിളിയാക്കണ്ട കൂനൻകുട്ടാ. ഈ മുമ്പിലിരിക്കുന്നവനാണ് ഏറ്റവും വലിയ കുരിശ്. എന്തോന്നാടാ നീ പൊട്ടം കളിച്ച് കളിച്ച അവസാനം കുളന്തോണ്ടല്ലാണ് പൊട്ട. തെറി വിളിക്കണ തെണ്ടി നിന്നെ ഞാൻ. അവൻ പറഞ്ഞത് ശരിയാ. ആ പെണ്ണിന്റെ പടം മായ്ച്ചു കളയാൻ തുടങ്ങിയപ്പോ പുഷ്പേട്ടനല്ലേ പറഞ്ഞത് കമ്പനിന്ന് പുതിയ മോഡലിന്റെ പേരും പറഞ്ഞ് കാശ് കൂടുതൽ മേടിക്കാം, പടം മായ്ക്കണ്ടെന്ന്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഡോക്ടറെ. ഇവന്മാരെല്ലാം പിടിച്ച് ഗേറ്റിന് വെളി തള്ളു. എല്ലാം പിച്ചക്കാരാ. എന്റെ ചികിത്സക്കുള്ള കാശ് ഞാൻ തന്നേക്കാം. എക്സസൈസ് നിന്നെ നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. കാശ് നമുക്ക് എവിടുന്നെങ്കിലും ഉണ്ടാക്കാം. അയ്യോ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന? ഞങ്ങൾ കഞ്ഞി കൊണ്ട് വന്നതാ. ദാ എന്റെ കയ്യിൽ 1000 രൂപയുണ്ട്, വെച്ചോ. കാശൊന്നും വേണ്ട. അയ്യേ, അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് സ്വന്തം ജോലിക്കാരെ ചികിത്സിക്കേണ്ട ഗതികേടൊന്നും പുഷ്പേട്ടനെ പോലെ പ്രഗത്ഭനായ വ്യക്തിക്കൊന്നുമില്ല. പുഷ്പേട്ടൻ അങ്ങനത്തെ ആളുമല്ല. ഇല്ലേ പുഷ്പേട്ട? എനിക്കിന്റെ നിലവിലെ നോക്കണ്ടേ? ഇതൊരു 3000 ഉറുപ്പ്യുണ്ട് മോളെ. ഡബിലുണ്ട് അടച്ചേ. ഞാൻ തന്നാന്ന് പറഞ്ഞേക്കണം. എന്നാ പിന്നെ ഞാനും കൂടി വരാം മോളെ. ഞങ്ങൾ പോയി അടച്ചിട്ട് വരാം. ശരി മോനെ, ഇന്ന കഞ്ഞി എല്ലാവർക്കും ഉണ്ട്.